ഇന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഇനി വ്യവസായം ചെയ്യുന്ന ആളുകൾ വളരെ പട്ടിണിയിലാണ്, വളരെ പ്രതിസന്ധിയിലാണ്, വളരെ കടത്തിലാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. വീണ്ടും ഒരു ഓണക്കാലഘട്ടം നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. ഓണം കഴിഞ്ഞു. ഓണത്തിരക്കെന്ന് പറഞ്ഞാൽ പത്തനാപുരത്തെ ഓണത്തിരക്ക് കഴിഞ്ഞ 7 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന പത്തനാപുരമല്ല ഇപ്പോഴുള്ളത്. എനിക്ക് ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ കഴിയുന്നത് ഉത്രാടപ്പാച്ചിലില്ലാത്ത പത്തനാപുരമാണ്. ഉത്രാട ദിനത്തിൽ പോലും ഉത്രാടപ്പാച്ചിലില്ലാതെ പത്തനാപുരത്തെ മാറ്റിയതാരാണ്? ഇങ്ങനെയുള്ള ഒരു തിരക്കില്ലാത്ത ഒരു പത്തനാപുരമായിരുന്നില്ല. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു മാർക്കറ്റ്, ഏറ്റവും ബൃഹത്തായ എല്ലാ സാധനങ്ങളും വിൽക്കാൻ കഴിയുന്ന ഒരുപാട് ചന്തകളുള്ള ഒരു പ്രദേശമായിരുന്നു പത്തനാപുരം മാർക്കറ്റ്. എന്നാൽ അതിനെ ശിഥിലമാക്കി 6.5 ഏക്കറിൽ സ്ഥിതി ചെയ്തിരുന്ന പത്തനാപുരം മാർക്കറ്റിന് KSRTC സ്റ്റാൻഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2.5 ഏക്കർ സ്ഥലം കൊടുത്തു. പിന്നീടാണ് ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണം വന്നത്. ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് കൂടി ഭൂമി നൽകിയതിനു ശേഷം മാർക്കറ്റ് ശോഷിച്ച അവസ്ഥയിലാണ്. വർഷങ്ങളായി ഇവരെ പുനരധിവസിപ്പിക്കുമെന്നവർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തുടർന്ന് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലിരുന്ന പരമ്പരാഗത വ്യവസായികളെയും ചെറുകിട കച്ചവടക്കാരെയും ഒക്കെ പുനരധിവസിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലാതെ 55 വർഷമായി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കഴിഞ്ഞ 25 വർഷമായി പത്തനാപുരത്തെ MLA ആയി തുടരുന്ന ഗണേഷ് കുമാറിനോ ഇപ്പോൾ മന്ത്രിയായി തുടരുന്ന വ്യക്തിക്കോ ഇതിൽ യാതൊരു വിധമായിട്ടുള്ള പരിഹാരവും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശത്തുള്ള 5000 കുടുംബങ്ങളാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിച്ചു വന്നത്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിനെ ശിഥിലമാക്കി കളഞ്ഞു. ഇന്ന് പേരിൽ പോലും മാർക്കറ്റ് എഴുതാൻ കഴിയാത്ത സാഹചര്യമാണ്. മാർക്കറ്റിൽ തിരക്കുകൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാത്രിയിൽ ഒരു ലൈറ്റ് പോലുമില്ല. ഉത്രാടത്തിന് അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. കച്ചവടക്കാരെ മനുഷ്യന്മാരായി കാണാൻ എന്തുകൊണ്ടാണ് ഈ ഭരണാധികാരികൾക്ക് കഴിയാതെ പോകുന്നത്? നിരവധി തവണ നമ്മൾ സമരം ചെയ്യുമ്പോഴും നമ്മളോട് പറയുന്നത് ഈ മാർക്കറ്റിന്റെ പുനരുദ്ധാരണം നടത്തുമെന്നാണ്. കഴിഞ്ഞ 4 വർഷമായി ഏകദേശം 10ഓളം സമരങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നാലും ഓരോ സമരത്തിൻ്റെയും അവസാനം മാർക്കറ്റ് പുനഃസ്ഥാപിക്കും എന്ന് ഉറപ്പ് നൽകുന്നതല്ലാതെ ഈ മാർക്കറ്റ് പുനഃസ്ഥാപിക്കാൻ യാതൊരു വിധമായിട്ടുള്ള നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പത്തനാപുരത്ത് മർച്ചന്റ് അസോസിയേഷൻ ഉണ്ട്. മർച്ചന്റ് അസോസിയേഷനാണ് ഈ വ്യാപാരികളുടെ എല്ലാവരുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവായി പഞ്ചായത്തിനെയും MLA ഒക്കെ കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് പൊളിക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കും എന്നൊരു എഗ്രിമെന്റ് അവിടെ ഉണ്ടായിരുന്നു. 9.5 വർഷമായി കേരളത്തിൽ അധികാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പത്തനാപുരം 55 വർഷമായി പഞ്ചായത്തിന് ഭരണം നടത്തുകയാണ്. എന്നിട്ടും ഈ നാട്ടിലുള്ള ആളുകൾക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPM-നെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ടും അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് നിറവേറ്റുന്നില്ല? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം, സമരങ്ങൾ വരുമ്പോൾ മാത്രം, എന്തെങ്കിലും ഫണ്ട് വരുമ്പോൾ മാത്രം അവരെ ചേർത്ത് നിർത്തിയാൽ മതിയോ? അവരോട് പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും നീതി പുലർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമരം ചെയ്യുമ്പോൾ നമ്മളെ വ്യക്തിപരമായി ആക്രമിക്കാനല്ലാതെ കഴിഞ്ഞ 55 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കുക. ഇവിടെ CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പഞ്ചായത്ത് ഭരണം നടത്തുകയും സാധാരണഗതിയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ സമൂഹത്തിൽ അതിസമ്പന്നരായി മാറുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതി വിശേഷവും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബാങ്ക് ലോണോ മറ്റ് കടബാധ്യതകളോ ഒന്നുമില്ലാതെ ഒരു പാരമ്പര്യ മുതലുമില്ലാതെ എത്രയോ നേതാക്കന്മാരാണ് വലിയ രീതിയിൽ സമ്പന്നരായി മാറിയത്. പത്തനാപുരത്ത് പകലന്തിയോളം പണിയെടുക്കുന്ന, രാത്രിയിൽ ഉറക്കമൊഴിച്ച് പണിയെടുക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ ജീവനോപാധി തകർത്തതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ ഈ നേതാക്കന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ വിട്ടുകൊടുക്കാതെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാവണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം അതിൻ്റെ വിജയം വരെ ഞങ്ങൾ ഉണ്ടാവും. പത്തനാപുരത്തിൻ്റെ ഉത്രാടപ്പാച്ചിൽ പോലും ആളുകൾ വരാത്തത് ഇവിടെ മുൻകാലത്തുണ്ടായിരുന്നത് പോലെയുള്ള മാർക്കറ്റില്ല. ഇതിൻ്റെയൊക്കെ നേതാക്കന്മാരായി ഇരിക്കുന്ന ആളുകൾക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവുമുള്ള ആളുകളാണ്.
വാടകയ്ക്ക് ഒരു ദിവസം 1000 1500 രൂപ കൊടുത്ത് വാടക കൊടുത്ത് ഒരു ദിവസം 1000 1500 രൂപ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്ന സാധാരണ കച്ചവടക്കാരന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇവരെ നേതാക്കന്മാർ. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയാത്തത്. അതുകൊണ്ട് തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിലുള്ള വ്യാപാരികളും പത്രാവൃത്തി വ്യാപാരം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരും ചെറുകിട വ്യവസായികളും എല്ലാം ഈ കാര്യങ്ങൾ ചിന്തിച്ച് പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ മുന്നിട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.